ഇതൊരു വല്ലാത്ത പൊല്ലാപ്പായി പോയി. ഞാൻ തടിക്കാരനോട് ഞാൻ എന്തു പറയും? ഈ വീട്ടുകാർക്കാണ് പറഞ്ഞാലും മനസ്സിലായി. എന്താ പപ്പ മുഖത്തൊരു ടെൻഷൻ? പുളി വെട്ടാൻ അവിടെ ആള് വന്നിരിക്കുക, അതാ എന്റെ ടെൻഷൻ. എന്റെ പപ്പ ഇങ്ങനെ ടെൻഷൻ അടിച്ചാലോ? ഒന്നുമല്ലെങ്കിൽ ഒരു ക്രിമിനൽ ലോയർ അല്ലേ? അതെ, എനിക്കും കൂടെ തോന്നണ്ടേ. ഓ, ഇപ്പൊ അങ്ങനെയായോ പപ്പ? ഇതിനൊക്കെ പരിഹാരം തരാൻ ഇപ്പൊ ഒരാളുണ്ട്, ChatGPT. അതാരാ? പപ്പയ്ക്ക് ChatGPT അറിയില്ലേ? അതെന്നാ സാധന? അതൊരു സംഭവം ഇതുവരെ കേട്ടിട്ടില്ലല്ലോ പപ്പ. ഇതൊരു കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനാ, ഞാൻ കാണിച്ചു തരാം. ഓഹോ, എന്നാ കാണട്ടെ. പപ്പ, ഇതൊരു ഫ്രണ്ടിനെ പോലെ നമ്മുടെ ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കും ഒക്കെ ഉത്തരം തരും. എങ്കിൽ നീ ആ ChatGPT പപ്പ, ChatGPT പുളി വെട്ടണോ വേണ്ടയോന്ന്? ഇതെന്തോ സാധനം ഈ ChatGPT? എന്താ പപ്പ? വെയിറ്റ്, നോക്കിയിട്ട് പറയാം. എന്നാ വേഗം പറ. ഒന്ന് സമയം എന്താ പപ്പ? ഇപ്പൊ പറയാം. വേഗമാട്ടെ, ആ തടിവെട്ടുകാർ അവിടെ വന്നിരിക്കുക. തടിവെട്ടുകാരൊക്കെ അവിടെ ഇരുന്നോട്ടെ. വേഗം എടുക്ക്. ഇപ്പൊ എടുക്കാം. എന്തു പരിപാടിയായത്? വെയിറ്റ്, ഇത്ര വലിയ കേസ് കേട്ടാണോ? അതെ, പപ്പാടെ സംശയങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ഉത്തരം തന്നിട്ടുണ്ട്. ഇതൊക്കെ ഒരു അന്ധവിശ്വാസമാണെന്നാണ് ChatGPT പറയുന്നത്. ഇത് ഭയങ്കര സൂത്രമാണല്ലോ. ധൈര്യമായിട്ട് വെട്ടിക്കോ, ഒരു കുഴപ്പമില്ല. കുഴപ്പമില്ല. ChatGPT പറഞ്ഞാ പിന്നെ അതിന് അപ്പീലില്ല. ഓഹോ, എന്നാ വെട്ടാം. ധൈര്യമായിട്ട് വെട്ടിക്കോ. എന്നാ ഞാൻ ഹരിയെ ഒന്ന് വിളിക്കട്ടെ. അയ്യോ സാർ. എടാ ഹരി. പറഞ്ഞോ സാറേ. പുളിമരം വെട്ടിക്കോ. സാറേ. അതെ, ChatGPT പറഞ്ഞു മരം വെട്ടിക്കോളെ. അതുകൊണ്ട് നീ ഒന്നും നോക്കണ്ട, മരം വെട്ടിക്കോ. ChatGPT അതാരാ? നീ ഇങ്ങോട്ടുണ്ടാക്കണ്ട, ഞാൻ പറയുന്ന കേട്ടാ മതി. ഞാൻ വരുമ്പോ അത് നിന്നോട് പറഞ്ഞുതരാം. ആയിക്കോട്ടെ. അപ്പൊ മരം വെട്ടാം. വെട്ടാൻ പറയടാ. മരം വെട്ടാം. എടാ തുടങ്ങിക്കോ. ആദ്യ എകരം കേട്ടോ. കേറിക്കോ കേറിക്കോ. എന്താ സുനിതേ, പറഞ്ഞോളൂ. അച്ഛാ, ഞാനായിരുന്നു. അത് പിന്നെ ഞങ്ങളുടെ വീട്ടിലെ പുളിമരം ഉണ്ടല്ലോ. ഓ എന്റെ മാതാവേ. അപ്പൊ നിനക്ക് ദൈവത്തിലല്ല വിശ്വാസം, പുളിയിലാണ്. എന്നെ ഈ കാര്യം പറഞ്ഞ് നീ മേലാൽ വിളിച്ചേക്കല്ലേ. വെറുതെ ക്രിസ്ത്യാനികളുടെ പേരുകളല്ലേ നീ. ഓ, ഈ ഫോൺ വെച്ചിട്ട് പൊക്കെ. നിന്റെ കെട്ടിയവനിപ്പോ വിളിച്ചതേ ഉള്ളൂ. എനിക്ക് വേറെ പണിയുണ്ട്. ഫോൺ വെക്ക്. പുളി. എന്റെ അമ്മച്ചി, എനിക്കൊരു അബദ്ധം പറ്റി, ഒന്നും പറയണ്ട. എന്റെ പൊന്നമ്മച്ചി വികാരച്ചനെ വിളിച്ച് ആകെ ചളവായി. ഈ അമ്മച്ചി പറഞ്ഞു ഞാൻ വികാരച്ചനെ വിളിച്ച്. അതിനിപ്പോ എന്നാ പറ്റിയേ? മരം വെട്ടിക്കോളാൻ പറഞ്ഞു. എന്നാ പിന്നെ വെട്ടിക്കോ. എന്നാ ഞാൻ സാബുചേട്ടനെ വിളിച്ച് പറയട്ടെ? എന്നാ വിളിച്ചു പറ. അങ്ങനെ പുളിയുടെ കാര്യം ഒരു തീരുമാനമായി. ഈ ChatGPT കുറെ നാളായി കേൾക്കുന്നു, ഇപ്പോഴാ പിടി കിട്ടിയത്. ChatGPT കാരണം ഏതായാലും പ്രശ്നങ്ങളില്ലാതെ പുളിയുടെ കാര്യത്തിന് തീരുമാനമായി. പിന്നെ AI ഉണ്ടല്ലോ, അതും കൂടി ഒന്ന് പഠിക്കണം. അത് നീ എന്നെ ഒന്ന് പഠിപ്പിക്കണം. അത് ശരി. ഇതെന്നാ മോളെ ചതുരത്തിന് നടുക്കൊരു കുത്ത്? എന്റെ ചേട്ടാ ഒന്ന് മിണ്ടാതെ. ഒന്ന് അടങ്ങി നിൽക്കണം, ഒച്ച കേൾപ്പിക്കാതെ. കൊള്ളാം. വരുന്നില്ലല്ലോ എന്റെ ഹരിച്ചേട്ടാ, ഒന്ന് നിർത്ത്. ഇത് ഇപ്പൊ തന്നെ കാണാൻ പറ്റുമല്ലേ? അതെ സാറേ. മിണ്ടാതിരി. ഇനി ChatGPT ഒക്കെ സാറിന്റെ കാര്യങ്ങളൊക്കെ സഹായമാവുമല്ലോ. എനിക്കിനി ഗുമസിന്റെ ആവശ്യമേ ഇല്ല. നീ വേറൊരു പണി. ആന സാറേ,
അപ്പൊ ഞാൻ ഓഫീസിൽ വരണ്ടേ? നീ വരണ്ട. നീ വന്നിട്ടും വലിയ കാര്യമൊന്നുമില്ല. ഗുമസ്തരില്ലാതെ ഒരു പരിപാടി നടക്കത്തില്ലെന്ന് അറിയാലേ. ആര് പറഞ്ഞു? അതൊക്കെ അവിടെ നടന്നോളൂ. ആ ചെല്ലേ സാറേ, നീ ചെല്ലടാ. സാറേ ഇന്ന് നിന്നേ, എന്റെ 2 മാസം ശമ്പളം തരാനുണ്ട്. നീ എന്നോട് കടം മേടിച്ചത് എന്നെപ്പോലെ നല്ലൊരു ഗുമസ്തനെ സാറിന് വേറെ കിട്ടത്തില്ല. ആ വാ കേറിക്കേ. അതിന് ചായ കുടിക്കാം. ഓഹോ, പിന്നെ നിന്റെ ഒടുക്കത്തെ ഒരു ചായ കുടി. അത് കഴിഞ്ഞാൽ എവിടെയാന്ന് വെച്ചാ പൊക്കോണം. അത് ശരി. എന്റെ ദൈവമേ, ഒരു ചാറ്റ് GPT പുള്ളിയും കാരണം എന്റെ പണിയാ പോയത്.